പരിപാടിയാണ് ലോയൽ. ഈ ലോയൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 7ാമത്തെ മാസം നമുക്ക് ഒരു മാസത്തെ ആവറേജ് നോക്കിയിട്ട് ഒരു മാസ സാധനങ്ങൾ ഫ്രീ ആയിട്ട് ലഭിക്കുക. അത് 1800 രൂപ മുതൽ നമുക്ക് മുകളിലേക്ക് ലഭിക്കും. 1800 രൂപയ്ക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് 80% കിട്ടും. 2500 രൂപ തൊട്ട് മുകളിലേക്ക് മേടിക്കുകയാണെങ്കിൽ അത് 100% നമുക്ക് 6 മാസം കഴിയുമ്പോൾ ലോയൽറ്റി ആയിട്ട് ഒരു മാസ സാധനങ്ങൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ലോയൽറ്റി പ്രോഗ്രാം പ്ലസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ലോയൽറ്റി പ്രോഗ്രാം പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഒരു 6 മാസം കൂടി മേടിക്കണേ 12 മാസമായി. ഈ 12 മാസം മേടിക്കുകയാണെങ്കിൽ ഒരു മാസം സാധനം കൂടി ഫ്രീ കിട്ടുന്നുണ്ട്. പ്ലസ് ആയിട്ട് അതിന്റെ കൂടെ തന്നെ ഒരു മാസം കൂടി എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കൊല്ലത്തില് 3 പ്രാവശ്യത്തെ 3 മാസ സാധനങ്ങളാണ് നമുക്ക് ഫ്രീ ആയി കിട്ടുന്നത്. അങ്ങനെയാണ് നമുക്ക് 7000 രൂപ വരേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെയാണെങ്കിൽ 21,000 രൂപയുടെ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാം. അങ്ങനെയാണെങ്കിൽ ഡീപ്പ് റേറ്റിലാണ് അത് 25,000 രൂപയായിട്ടാണ് നമുക്ക് MRPയിൽ കിട്ടുന്നത്. അപ്പൊ ഈ ഇങ്ങനെയുള്ള ഒരു അവസരമാണ് ഏറ്റവും വലിയ ഒരു അവസരം. ഒരിക്കലും ഒരു സ്ഥലത്തു നിന്നും കിട്ടാത്ത അവസരമാണ്. അതിപ്പോ ഒന്നാമതായിട്ട് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമ്മൾ ഉൽപ്പന്നങ്ങൾ ആദ്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ ഒരു 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ് കിട്ടുന്നു നോക്കാം. ഒരു 20% വരെയൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടുക. റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് 600 രൂപ കിട്ടുന്നുണ്ട്. റീപർച്ചേസ് പ്രോഡക്റ്റ് ആയിട്ട് 300 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നു. പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ലോയൽറ്റി പ്രോഗ്രാമിൽ 750 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നു. അക്യുമുലേഷൻ പെർഫോമൻസ് ബോണസ് ആയിട്ട് ബാങ്കിലേക്ക് 105 രൂപയുടെ 105 രൂപ ബാങ്കിലേക്ക് വരുന്നു. അങ്ങനെ ടോട്ടൽ ബെനിഫിറ്റ് ആയിട്ട് 1755 രൂപ കിട്ടുന്നു. അപ്പോൾ നമുക്ക് 3000 രൂപ മുടക്കുക 1245 രൂപയെ നമ്മൾ ഈ 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾക്ക് ചെലവാക്കേണ്ടി വരുന്നുള്ളൂ എന്നുള്ളത് സത്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 2 ഷെയർ ആണ്. മൈ മോദി കെയർ ഷോപ്പാണ്. നമ്മൾ ഈ മോദി കെയർ ഷോപ്പ് മറ്റുള്ളവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ലഭിക്കും? ഈ കാര്യങ്ങളെ പറ്റി മറ്റുള്ളവരോട് അവതരിപ്പിക്കുക. അതുപോലെ തന്നെ ഈ ആപ്പ് നമ്മൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആപ്പിലൂടെ നമ്മൾ ഉൽപ്പന്നങ്ങൾ അവരെ കൊണ്ട് വാങ്ങിപ്പിക്കുകയാണെങ്കിൽ ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്യാനും ഡെലിവറി ചെയ്യാനും പേയ്മെന്റ് ചെയ്യാനും ഒക്കെ മോദി കെയർ ഉണ്ട്. നമ്മൾ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി മാത്രം കൊടുത്താൽ മതി. റീറ്റെയിൽ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ മാസവും 10% ഇവരുടെ ഇന്ന് കിട്ടും ചെയ്യും. പിന്നെ ഡെലിവറി ചാർജ് ഒന്നും നമുക്ക് കൊടുക്കണ്ട. 2000 രൂപയുടെ മുകളിലേക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്ത് കിട്ടും. കൊറിയർ ചാർജ് കൊടുക്കണ്ട, ഡെലിവറി ചാർജ് കൊടുക്കണ്ട എന്നുള്ളതാണ് കാര്യം. പിന്നെ സ്റ്റെപ്പ് 2 ഷെയർ 4 കസ്റ്റമേഴ്സ്. ഇനി 4 കസ്റ്റമർക്ക് ഇത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഒരാൾ വാങ്ങിക്കുക, ഒരു കൺസൾട്ടന്റ് മേടിച്ചു, അതുപോലെ ഒരു 4 പേർക്ക് ഈ കൺസൾട്ടന്റ് പങ്കുവെക്കുകയാണെങ്കിൽ അവര് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ലഭിക്കും? ഇദ്ദേഹത്തിന് 1800 രൂപ കിട്ടും. അതായത് മറ്റുള്ളവർ വാങ്ങിക്കുന്നതിന്റെ 10%, ഇദ്ദേഹം വാങ്ങിക്കുന്നതിന്റെ ഒരു 20% കൂടുമ്പോൾ അദ്ദേഹത്തിന് 1800 രൂപ കിട്ടും. പിന്നെ പ്രോഡക്റ്റ് ആയിട്ട് റീപർച്ചേസ് പ്രോഗ്രാമിൽ ഒരു 300 രൂപയുടെ 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിന് 300 രൂപയുടെ പ്രോഡക്റ്റ് ഫ്രീ കിട്ടും. പിന്നെ ലോയൽറ്റി പ്രോഗ്രാം ആയിട്ട് 1750 രൂപയുടെ ഉൽപ്പന്നങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി കമ്പനി മാറ്റി വയ്ക്കുന്നുണ്ടായിരിക്കും. അക്യുമുലേഷൻ പെർഫോമൻസ് ബോണസ് ആയിട്ട് 750 രൂപ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ പ്രോഡക്റ്റ് വർത്ത് ഫാസ്റ്റ് സ്റ്റാർട്ട് പ്രോഗ്രാമിൽ ഇദ്ദേഹം പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് 750 രൂപ കമ്പനി വിഹിതമായിട്ട് കൊടുക്കും. അങ്ങനെ അദ്ദേഹം 3000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5350 രൂപയുടെ ബെനിഫിറ്റ് ആണ് അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് 3 സ്പോൺസർ. ഇനി സ്പോൺസർമാരെ വെക്കുകയാണെങ്കിൽ നമ്മൾ ഇത്ര നാള് ചെയ്ത് കസ്റ്റമർക്ക് കൊടുക്കണതാണ്. ഇനി നമ്മൾ സ്പോൺസർക്ക് കൊടുക്കുകയാണെങ്കിൽ 4 സ്പോൺസറെ വെക്കുകയാണെങ്കിൽ അവർക്ക് നമ്മൾ വാങ്ങിക്കുന്ന പോലെ അവർക്ക് പണം ഉണ്ടാക്കാനും അങ്ങനെ അവരെ സഹായിക്കാനും നമുക്ക് സഹായിക്കാനും സാധിക്കും. അവർക്കും നമ്മളെ പോലെ തന്നെ പണം ഉണ്ടാക്കാൻ ഉള്ള അവസരമാണ് നമ്മൾ തുറന്നു കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ള വേൾഡ് ക്ലാസ് ട്രെയിനിങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതായത് മോഡി കെയറിന്റെ റോഡ് ടു ഫ്രീഡം ഉണ്ട്. പിന്നെ SBBM യൂട്യൂബ് വഴിയായിട്ട് നമുക്ക് എല്ലാ സംഗതികളും മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ SBBM എന്ന് പറഞ്ഞ ഒരു അക്കാഡമി, പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു അക്കാഡമി ഉണ്ട്. പിന്നെ അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതെല്ലാം നിങ്ങൾ കേട്ട് കഴിഞ്ഞു, നിങ്ങളോട് കമ്പനിയുടെ പാരമ്പര്യം അറിഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ വരുമാനങ്ങൾ അറിഞ്ഞു, അതുപോലെ എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു.
അതുപോലെ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഇന്റർനാഷണൽ ക്വാളിറ്റി ഉള്ളതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. നിങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട്, വലിയ സ്വപ്നങ്ങൾ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണ് നിങ്ങളോട് ഞാനൊരു 3 ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇഫ് നോട്ട് മോഡി കെയർ, പിന്നെ ദെൻ വാട്ട്. അപ്പൊ ഈ മോദി കെയർ അല്ലെങ്കിൽ പിന്നെ വേറെ എന്താ ഉള്ളത്? വേറെ ഒരു സംഗതി ഇല്ല എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് നോട്ട് യു ദെൻ ഗോ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്നാൽ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ വേറെ ആരാണ് ചെയ്യുക? ഞാൻ ഈ അവസരത്തെ പറ്റി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അപ്പൊ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഞാൻ അതിൽ ജോയിൻ ചെയ്തു. അതുകൊണ്ട് ഇപ്പൊ നല്ല രീതിയിലുള്ള വരുമാനമായിട്ട് ഞാനിപ്പോൾ പോകുന്നുണ്ട്. നല്ല സന്തോഷകരമായിട്ട് 2 കൊല്ലത്തോളമായിട്ട് ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല അത്യാവശ്യം വരുമാനം ലഭിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ബിസിനസ് മാറ്റിയിട്ടില്ല. ഞാനൊരു കച്ചവടക്കാരനാണ്. ആ കച്ചവടം നടക്കുന്നുണ്ട്. അതിന് കൂടെ ഇതിന്റെ ബിസിനസ് നടക്കുന്നുണ്ട്. അതിന് വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇഫ് നോട്ട് നൗ ദെൻ വെൻ. അപ്പൊ ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ്? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സമയം ഒരാൾക്ക് വേണ്ടി, സമയവും തിരമാലയും ആർക്കും വേണ്ടിയിട്ടും കാത്തിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് തന്നെ ഇപ്പോൾ തന്നെ ഇതിലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങളെ ആരാണ് ഇതിലേക്ക് അവസരങ്ങളൊക്കെ പറഞ്ഞു തരാൻ വന്നിരിക്കുന്നുണ്ട്, അവരോട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവർക്കൊരു ഐഡന്റിറ്റി കൊടുത്തിട്ട് നിങ്ങൾ ഉടൻ തന്നെ ജോയിൻ ചെയ്യുക. പിന്നെ ജേർണി ഓഫ് 1000 മൈൽസ്, 1000 മൈലുകൾ നമുക്ക് നടക്കാനുണ്ടെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ ആദ്യം എടുത്തു വെച്ചാൽ മാത്രമാണ് നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം സ്റ്റെപ്പ് എടുക്കുക. അതിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കുക. നിങ്ങൾ എല്ലാവരെയും തന്നെ ഞാൻ മോദി കെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, എനിക്കിവിടെ ഒരു അവസരം തന്നിട്ടുള്ള സാറിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഞാൻ അപ്ലൈനായിട്ടുള്ള നമ്മുടെ ഏറ്റവും വലിയ GRDD ആയിട്ടുള്ള ജോളി സേവ്യർ സാറിനെ പ്രത്യേകമായിട്ട് ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം ജോളി സേവ്യർ സാർ. ജോളി സേവ്യർ സാറ് അവൈലബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. വന്നിട്ടുണ്ട്. ഓക്കെ, വെൽക്കം. Okay, thank you. Good evening, all your friends, partners, guests. സാറേ കേൾക്കുന്നില്ല? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? എന്റെ കുഴപ്പം ആണോ? ഓക്കെ, കേൾക്കാം അല്ലേ? ഓക്കെ. എല്ലാവർക്കും കേൾക്കാല്ലേ? മോളി മാഡം കേൾക്കാമോ? കേൾക്കാലോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമില് ആദ്യമായിട്ടാണ് നമ്മൾ ലാസർ സാർ പ്രസന്റേഷൻ അവതരിപ്പിച്ചത്. വളരെ എനർജറ്റിക് ആയിട്ടും പവർഫുൾ ആയിട്ടും അതേപോലെ സ്ക്രീൻ ഷെയർ ചെയ്തൊക്കെ നല്ല രീതിയിൽ പ്രസന്റേഷൻ എടുത്തു. തീർച്ചയായിട്ടും മോദി കെയർ എന്ന് പറയുന്ന ആ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ബിസിനസ് ചെയ്തിരുന്ന ലാസർ സാറിന് ഇത്രയും ഭംഗിയായിട്ട് ഈ പ്രസന്റേഷൻ അവതരിപ്പിക്കാൻ സാധിച്ചത്. അപ്പൊ അതിന് നിരന്തരമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട്. മോദി കെയറിന്റെ ആ ഒരു ട്രെയിനിങ് സിസ്റ്റം വഴിയായിട്ടാണ് അദ്ദേഹത്തിന് ടെക്നോളജിയുടെ സഹായത്തോടു കൂടി ഇത്ര മനോഹരമായി അവതരിപ്പിക്കാൻ സാധിച്ചത്. പ്രത്യേക അഭിനന്ദനങ്ങൾ. ലാസ്റ്റ് സാർ മ്യൂട്ട് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ഓക്കെ. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ പേര് സാറ് പറഞ്ഞു, എന്റെ പേര് ജോളി സേവ്യർ. ഞാൻ കൊച്ചി തെമ്മനത്താണ് താമസിക്കുന്നത്. പിന്നിപ്പോ ആരെങ്കിലും ഈ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്രകാരം തന്നെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും മോദി കെയറിലേക്ക് വരുന്നത്. എന്നെ മോദി കെയർ ഹൗസിന് പരിചയപ്പെടുത്തി എന്റെ സുഹൃത്തും നെയ്ബറുമായിരുന്ന മിസ്റ്റർ ജസ്റ്റിൻ സാറാണ്. അദ്ദേഹം KCBയിൽ വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിനോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത്. ഒരു ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ ട്രഡീഷണൽ ജോലികൾ ചെയ്തിരുന്ന എന്നെ ഇത്തരത്തിലുള്ള ഒരു അച്ചീവറാക്കി മാറ്റി മോദി കെയറിന്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിലായിട്ടുള്ള ഗ്ലോബൽ റെഡ് ഡയമണ്ട് ഡയറക്ടർ പൊസിഷനിലേക്ക് എത്താൻ സഹായിച്ചത് അദ്ദേഹം എന്നെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് കൊണ്ടും അതേമാതിരി ഈ ബിസിനസിന്റെ പ്രത്യേകത കൊണ്ടും കൂടിയാണ്. അപ്പൊ അത് എന്നെ സഹായിച്ച എല്ലാ നല്ലവരായ ടീംമേറ്റ്സിനോടും കമ്പനിയോടും കമ്പനി മാനേജ്മെന്റിനോടും എല്ലാ കസ്റ്റമേഴ്സിനോടും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ് ഉള്ളത്. ഒരു 2-3 മിനിറ്റ് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സമൂഹത്തിലെ ഒരു 90% ആൾക്കാരും ഇന്ന് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും തങ്ങളുടെ സ്വപ്നങ്ങൾ
സാക്ഷാത്കരിക്കാൻ സാധിക്കാത്ത മേഖലയിലാണ് എന്ന് അറിയുമ്പോൾ വളരെയധികം വിഷമമുണ്ട്, അല്ലെ? അതായത് മറ്റുള്ളവർ ചെയ്ത് വിജയിക്കാത്ത ജോബ് കൾച്ചർ, ജോലി എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് പല ആളുകളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസർജി ഒന്ന് മ്യൂട്ട് വെക്കണേ. അതായത് ലോകത്തിലെ ഒരു ഓയിൽ മില്ലിനർ ആയിരുന്ന, അല്ലെങ്കിൽ ഒരു കോടീശ്വരൻ ആയിട്ടുള്ള പോൾ ഗെറ്റി എന്ന് പറയുന്ന ടോപ്പ് മില്ലിനിയർ പറയുന്നുണ്ട്, കോടീശ്വരനാകാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോടീശ്വരന്മാരായ ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് നിങ്ങൾ ചെയ്യണം, അവർ പറയുന്ന പോലെ ചെയ്യണം എന്നുള്ളത്. ഭൂമി കുഴിച്ച് എണ്ണ ഖനനം ചെയ്യുന്ന വിദ്യ ലോകത്ത് ആദ്യമായിട്ട് പഠിപ്പിച്ച വ്യക്തിയാണ് പോൾ ഗെറ്റി. എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം വരുന്ന ആളുകളും ഒരു റാറ്റ് റേസിലും വിജയിക്കാത്ത മേഖലയിൽ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഇന്ന് ഏത് സാധാരണ വ്യക്തിക്ക് പോലും പ്രായഭേദമില്ലാതെ, വിദ്യാഭ്യാസ യോഗ്യത പ്രശ്നമില്ലാതെ, വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് പോലും ടെക്നോളജിയുടെ സഹായത്തോടുകൂടി വിജയിക്കാൻ പറ്റിയ ഒരു മേഖലയായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 100-ലധികം വർഷങ്ങളായി 100-ലധികം രാജ്യങ്ങളിൽ വിജയകരമായി നടന്നു വരുന്നു. ഇന്ത്യയിലാണെങ്കിൽ ഏതാണ്ട് 28 വർഷമായിട്ട് ഈ ഒരു മേഖല പ്രവർത്തിക്കുന്നു. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ച കമ്പനി നമ്മുടെ മോദി കെയർ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓരോ വർഷവും 3000-ഓളം വരുന്ന കൺസൾട്ടൻസ് തികച്ചും സൗജന്യമായി വിദേശയാത്ര പോയിക്കൊണ്ടിരിക്കുന്നു. കൊച്ചു കേരളത്തിൽ പോലും 300-നടുത്ത് കാർ അച്ചീവേഴ്സ് ഉണ്ട്. 100 രൂപ മുതൽ ലക്ഷക്കണക്കിന് രൂപ വരുമാനം വാങ്ങിക്കുന്ന 10,000-കണക്കിന് കൺസൾട്ടൻസ് ഇന്ന് മോദി കെയറിലുണ്ട്. ഒരു സെക്കൻഡ്. രണ്ടുപേരും മ്യൂട്ട് ആയിരുന്നില്ല, അവർ മ്യൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, വളരെ വിജയകരമായി വിജയം തെളിയിച്ച ഒരു കമ്പനി തന്നെയാണ് മോദി കെയർ. മോദി കെയറിന്റെ സിസ്റ്റം പ്രകാരം പ്രവർത്തിച്ച എല്ലാവർക്കും വലിയ മാറ്റങ്ങൾ വരുത്താൻ മോദി കെയറിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ വിജയിച്ച ആളുകളെ ജസ്റ്റ് ഫോളോ ചെയ്യുക. ഇത് ജസ്റ്റ് മോദി കെയറിൽ വിജയിക്കുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ള വലിയൊരു കാഴ്ചപ്പാടോടുകൂടി, സ്വപ്നത്തോടുകൂടി എല്ലാവരും മോദി കെയറിലായിരിക്കുക. കാരണം മോദി കെയർ എന്ന് പറയുന്ന ബിസിനസ്സിൽ വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പത്തിക നേട്ടം മാത്രമല്ല, നമുക്ക് വ്യക്തിത്വ വികസനം നമുക്ക് ലഭിക്കുന്നു, നമുക്ക് അംഗീകാരങ്ങൾ ലഭിക്കുന്നു, ലോകം ചുറ്റി സഞ്ചരിക്കാനായിട്ട് സാധിക്കുന്നു, നല്ല ക്വാളിറ്റിയുള്ള ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു, നല്ല സപ്ലിമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ഹെൽത്തി ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, പ്രൊഡക്റ്റീവ് ആയിട്ട് ജീവിക്കാൻ സാധിക്കുന്നു, നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി അതിന്റെ ലൈഫിൽ ആഗ്രഹിക്കുന്ന എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. മോദി കെയർ എന്ന് പറയാൻ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. ഈ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ സാധിച്ചതിലും വളരെ അഭിമാനമുണ്ട്. അപ്പോൾ ഇതൊരു ജീവിത വിജയ പദ്ധതി ആയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടായേക്കാം. പലർക്കും അത് ഉണ്ടായിട്ടുണ്ട്. പല ആൾക്കാരും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് മോദി കെയറിൽ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇത് വിജയം തെളിയിച്ചൊരു മേഖലയാണ്. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ ബിസിനസ്സിന് സാധ്യതകൾ മനസ്സിലായിട്ടുള്ളൂ. പല ആൾക്കാരും ടെക്നോളജി ഉപയോഗിക്കുന്നില്ല, കമ്പനി തന്നിരിക്കുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നില്ല. ഇതെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഇനിയും വിജയിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ എല്ലാവരെയും മോദി കെയറിലേക്ക് സ്വാഗതം ചെയ്യുന്നതിനോടൊപ്പം മോദി കെയറിലായിരിക്കുന്ന എല്ലാവരും തന്നെ ശക്തമായ സ്വപ്നം വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോവുക, ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക, ഉൽപ്പന്നങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് നല്ല ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനുള്ള അവസരം നമ്മുടെ ബന്ധുക്കൾക്ക് റെഡിയാക്കി കൊടുക്കുക. അതിനോടൊപ്പം ഒരു വിജയം ആഗ്രഹിക്കുന്ന, സ്വപ്നമുള്ള, പ്രവർത്തിക്കാൻ മനസ്സുള്ള ആളുകളെ മോദി കെയറിലേക്ക് കൊണ്ടുവരിക. വിജയം സുനിശ്ചിത. അപ്പൊ എല്ലാവർക്കും വിജയം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ജയ് മോദി കെയർ. എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. താങ്ക് യു. അത്ര നേരം നമുക്ക് വേണ്ടി എല്ലാവിധ കാര്യങ്ങളും മനസ്സിലാക്കി തന്ന ജോളി സേവർ സാറിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട്, ഈ സൂമിൽ വന്നിട്ടുള്ള എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരുടെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, എനിക്ക് ഇവിടെ അവസരം തന്ന സാറിനും മറ്റുള്ള ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അത് ക്ലോസ് ചെയ്യണു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ലാസർ സാർ. താങ്ക് യു.